സുരേഷ് ഗോപി, നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി വഴി ചോദിച്ചത് ഇന്ന് വലിയ ചർച്ചാ വിഷയമാണ്. നല്ല കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസം, ഇന്നലെ മുതൽ വലിയ ചർച്ചയാണ്. മാറി നിൽക്കൂ എന്ന് ചില മാധ്യമ പ്രവർത്തകരോട് വിളിക്കാത്തടത്ത് കയറി വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നമ്മൾ ഓർക്കുക. മാറി നിൽക്കൂ, കടക്കൂ പുറത്ത്, നിങ്ങളെ ഇവിടെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേൾക്കേണ്ടി വന്ന പഴികൾ ഇന്നും അവസാനിച്ചിട്ടില്ല, കെട്ടടങ്ങിയിട്ടില്ല. അതിനെ മാടമ്പിത്തരം എന്ന് വിശേഷിപ്പിച്ചവരുണ്ട്. പിന്നെ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാം. ക്ഷണിക്കപ്പെടാത്ത ഒരു പ്രത്യേക യോഗത്തിലേക്ക് മാധ്യമപ്രവർത്തകർ തള്ളിക്കയറിയപ്പോൾ ആദ്യം ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പോകുന്നു. പിന്നെ അടുത്തൊരു മീറ്റിംഗ്, അതൊരു ഒരു ഒരു പിന്നെ പ്രത്യേക മീറ്റിംഗാണ്. അവിടെ മീഡിയ പേഴ്സൺസിനെ അവിടെ പ്രവേശിപ്പിക്കേണ്ടതില്ല. അതൊരു ബിസിനസ് ടോക്കാണ്, കാര്യങ്ങളാണ്, സർക്കാരും ചില സ്ഥാപനങ്ങളുമായിട്ടുള്ള. അവിടേക്ക് മീഡിയ കയറാൻ പാടില്ല എന്ന നിലപാട് പറഞ്ഞപ്പോൾ, അതിനെ എതിർത്തപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, കടക്കൂ പുറത്ത്. അതിവിടെ എത്ര വലിയ ചർച്ചയായി. ഇവിടെ പക്ഷേ ഈ മാടമ്പിത്തരത്തോട് വലിയ ചർച്ചയില്ല, അന്തിച്ചർച്ചയില്ല ഒരു ചാനലുകളിലും. എനിക്കെൻ്റെ വഴി വേണം, എൻ്റെ വഴി എനിക്ക് വേണം, മാറി നിൽക്കൂ എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ, മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി പോകുമ്പോൾ അത് വിഷയമല്ല. ഈ വഴി എന്ന് പറയുന്നത് ഒരു വലിയ വാക്കാണ്. അത് സുരേഷ് ഗോപി മറന്നുപോയോ? വഴിക്ക് വേണ്ടി സമരം ചെയ്തവര്, വഴി കിട്ടാത്തതിൻ്റെ പേരിൽ സ്വന്തം വഴി വെട്ടിത്തെളിച്ച് പോയവര്, ഇതൊക്കെ സുരേഷ് ഗോപി ഓർക്കുന്നുണ്ടാവും. എങ്ങനെ ഓർക്കാൻ? അദ്ദേഹം കുറേ നാൾ മുമ്പല്ലേ പറഞ്ഞത്, ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം. ഇദ്ദേഹം എന്താ ബ്രാഹ്മണൻ എന്നുള്ള ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. പറ്റുമെങ്കിൽ ശബരിമല തന്ത്രികളായ താഴമൺ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ സുരേഷ് ഗോപിയെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചത്. ഇദ്ദേഹത്തെ ജയിപ്പിച്ചതിൽ ചിലരെങ്കിലും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, എന്തൊരു കഷ്ടമായി പോയി. അനുഭവിക്കുക അത്ര തന്നെ. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ വഴിയെപ്പറ്റി. വഴി ഒരു രാഷ്ട്രീയമാണ്. വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രത്തിൽ കയറി തൊഴാൻ പോലുമല്ല ആദ്യം സമരം നടന്നത്. വൈക്കം ശിവക്ഷേത്രത്തിന് മുന്നിലൂടെ നടക്കാൻ അവർണർ എന്ന് അധിക്ഷേപിക്കപ്പെട്ട ഒരു സമൂഹം അതിലെ നടക്കാൻ ചെന്നപ്പോൾ അവരെ തല്ലിയോടിച്ചു, തല്ലിച്ചതച്ചു, വെട്ടിക്കൊന്നു. അവർണർ എന്ന് പറയുന്ന ഈ സമൂഹത്തെ സവർണർ പട്ടാളം വെട്ടിക്കൊന്നു, അടിച്ചോടിച്ചു. വഴി നടക്കാൻ നടന്ന സമരമായിരുന്നു ആദ്യത്തെ വൈക്കം സത്യാഗ്രഹ സമരം. പിന്നീടാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്കൊക്കെ തിരുവിതാംകൂർ രാജകുടുംബമൊക്കെ പോകുന്നത്. ചിത്ര തിരുനാളിൻ്റെ പ്രഖ്യാപനമൊക്കെ വരുന്നതിൻ്റെ ചരിത്രം നമുക്കറിയാം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, പറഞ്ഞാൽ നീണ്ടുപോകും. അതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വഴി ഒരു വലിയ രാഷ്ട്രീയമാണെന്ന് സുരേഷ് ഗോപി ഇപ്പം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. നല്ലതാണ് ഈ ചർച്ച. വഴിക്ക് വേണ്ടി സമരം ചെയ്യുക. ഇനി വഴി ഇല്ലാത്തവർ സ്വയം വഴി വെട്ടിയത് അറിയാമോ? ആ ഒരു കഥയല്ല, ചരിത്രം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുക. തിരുവിതാംകൂർ രാജകുടുംബത്തെക്കാൾ ധനികരായ ഒരു ഈഴവ കുടുംബം ഈ നാട്ടിലുണ്ടായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ കാർത്തികപ്പള്ളിയിൽ. കൊല്ലം ജില്ലയ്ക്കും ഇപ്പോഴത്തെ ആലപ്പുഴ കൊല്ലം ജില്ലയ്ക്ക് നടുവിൽ കാർത്തികപ്പള്ളിയിൽ കായംകുളത്തിനോട് ചേർന്ന് ഒരു ധനിക ഈഴവ കുടുംബം ഉണ്ടായി. ആ കുടുംബത്തിൻ്റെ സ്വത്ത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ സ്വത്തിനേക്കാൾ മുകളിലായിരുന്നു. ആ കുടുംബത്തിൻ്റെ പേര് ചാന്നാർ കുടുംബം എന്നാണ്. കൃത്യം പറഞ്ഞാൽ ആലുമൂട്ടിൽ ചാന്നാർ കുടുംബം, ചാന്നാർ ഫാമിലി. ഈ ചാന്നാർ ഫാമിലി തിരുവിതാംകൂർ രാജാവിൻ്റെ സ്വത്തിനേക്കാൾ സ്വത്തുണ്ടായിരുന്ന ഈഴവ കുടുംബമായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി. പക്ഷേ ഈഴവ സമുദായത്തിലായതുകൊണ്ട് പൊതുവഴി കൂടെ നടക്കാൻ പറ്റില്ല. പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബത്തിന് ധനസഹായം കൊടുത്തുകൊണ്ടിരുന്നത്, രാജകുടുംബത്തിന് പൈസ ഇല്ലാതെ വരുമ്പം കാശ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ആലുമൂട്ടിൽ ചാന്നാർ ഫാമിലിയാണ്. ചരിത്രത്തിൻ്റെ ഓരോരോ ഉൾപ്പിരിവുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ചാന്നാർ ഫാമിലി, അതിൻ്റെ തലപ്പത്ത് വരുന്ന ഓരോ കുടുംബത്തിൻ്റെ തലവൻ ഓരോ ഘട്ടത്തിൽ ഓരോരുത്തർ വരുമല്ലോ. വലിയ കുടുംബമാണ്.
അവർ ലണ്ടനിൽ നിന്ന്, അന്നത്തെ ഇംഗ്ലണ്ടിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് കാറ് ഇറക്കുമതി ചെയ്തു. ആദ്യമായിട്ട് കാറ് വാങ്ങുന്നത് ഈ പറയുന്ന ചാന്നാർ ഫാമിലിയാണ്. ആലമൂട്ടിൽ ചാന്നാർ ഫാമിലിയാണ് ആദ്യമായിട്ട് കാറ് വാങ്ങുന്നത്. അന്ന് തിരുവിതാംകൂർ രാജാവിന് പോലും കാറില്ല. തിരുവിതാംകൂർ രാജാവിന് പോലും കാറില്ല. ഈ കാറ് വാങ്ങിയിട്ട് ഈ കാർ ഓടിക്കാൻ പൊതുനിരത്തിൽ സാധിക്കത്തില്ല. കാരണം ഈഴവ കുടുംബത്തിൽ ആണല്ലോ ഈ പറയുന്ന ആലമുട്ടിൽ ചാന്നാർ ഫാമിലി. അപ്പോൾ പൊതുവഴിയില്ല ഈ കാർ ഓടിക്കാൻ. ഈ കാർ ഓടിക്കാൻ എന്നൊരു നായരെയാണ് കിട്ടിയത്. നായർ സമാധിപ്പെട്ട ഒരാളെ കാർ ഡ്രൈവറായിട്ട് ആലുമുട്ടി ചാന്നാർ വെച്ചു. എന്നിട്ട് ഈ കാർ ഓടിക്കാൻ ആലുമുട്ടി ചാന്നാർ സ്വയം റോഡ് വെട്ടി ഉണ്ടാക്കി, സ്വന്തം വഴി ഉണ്ടാക്കി എന്നുള്ളതാണ്. കാർത്തികപ്പള്ളിയിലെ കൊല്ലത്തേക്ക്. ഇപ്പൊ സുരേഷ് ഗോപി കൊല്ലത്തുകാരനാണല്ലോ, അദ്ദേഹത്തിന്റെ വീട് കൊല്ലത്താണല്ലോ, കുടുംബം. അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പൊതുനിരത്തിൽ കാർ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് കാർ ഓടിക്കാൻ സ്വന്തം റോഡ് വെട്ടി ഉണ്ടാക്കിയ കുടുംബമാണ് ആലുമുട്ടിൽ ചാന്നാർ ഫാമിലി. ഡ്രൈവറായിട്ടൊരു നായരെ വെച്ചു. നായർ കാർ ഓടിക്കുന്നു. ഇടയ്ക്ക് ഈ പൊതു റോഡ് കടക്കേണ്ട സ്ഥലത്ത് വരുമ്പം ഇദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുന്നു. ചാന്നാർ ഫാമിലിയിലെ പിന്നെ പ്രധാന ആള് ഇറങ്ങുന്നു. നായർ ഡ്രൈവർ കാർ ഓടിച്ച് അപ്പുറത്ത് കയറ്റുന്നു. എന്നിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് കാറിൽ കയറി പോകുന്നു. ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. വഴി എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലാവുമോ? അത് ഏത് വഴിയാവട്ടെ, പൊതുവഴി, എനിക്കെൻ്റെ വഴി വേണമെന്ന് പറയുന്ന ഈ മനുഷ്യൻ വഴികൾ എങ്ങനെ ഉണ്ടായി എന്ന് കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണം. അതൊക്കെ കേന്ദ്ര സഹമന്ത്രിയല്ലേ, തൃശ്ശൂരിൻ്റെ MP അല്ലേ, ജനപ്രതിനിധിയല്ലേ? ഈ മാടമ്പിത്തരം കാണിച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാം എന്നാണ് സുരേഷ് ഗോപി വിചാരിക്കുന്നത്? ചരിത്രം മറന്ന് സംസാരിക്കുന്നവർ പിന്നെത്തുക ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ തന്നെയായിരിക്കും. സുരേഷ് ഗോപിക്കും വരാൻ പോകുന്നത് അത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ 3 നൂറ്റാണ്ട് ഈ പ്രദേശം മുഴുവൻ അടക്കി വാണ ചാന്നാർ കുടുംബത്തിന് മാർത്താണ്ഡവർമ്മ അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കേണ്ടി വന്നു. അതായത് കായംകുളം നാട്ടുരാജ്യം മാർത്താണ്ഡവർമ്മ കീഴടക്കി 1746 ചരിത്രരേഖയാണ് ഞാൻ പറയുന്നത്. അതായത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനെ പിന്നെ ഭൂപ്രദേശം വർദ്ധിപ്പിക്കാൻ ഈ സമീപ നാട്ടുരാജ്യങ്ങളെ കീഴടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ കൊട്ടാരം കീഴടക്കി. അങ്ങനെ കായംകുളത്തേക്ക് മാർച്ച് ചെയ്യുന്നു. കായംകുളം രാജാവിനെ കീഴ്പ്പെടുത്തി യുദ്ധം ചെയ്തിട്ട് അടുത്ത കൊട്ടാരം കീഴടക്കി, ആ സാമ്രാജ്യം നാട്ടുരാജ്യം കീഴടക്കി. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ എതിർപ്പ് വന്നത് ചാന്നാർ ഫാമിലിക്കൊരു ആർമിയുണ്ട്. അവര് വാരിയേഴ്സായിരുന്നു, കളരിപ്പയറ്റിൽ വലിയ വിദഗ്ധർ. അവർക്ക് 150ഓളം കളരിപ്പയറ്റ് കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അവിടെ അവർ ഗുരുക്കൾ എന്ന് പറയുന്നവർ പരിശീലിപ്പിക്കുന്നു. അവർക്കൊരു സ്വന്തം സൈന്യമുണ്ടായിരുന്നു. ഈ സൈന്യത്തെ കായംകുളം രാജാവ് ഇടയ്ക്ക് വാടകയ്ക്ക് എടുക്കുമായിരുന്നു, കായംകുളം രാജാവിൻ്റെ പിന്നെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കുമ്പോൾ ഇവരുടെ വലിയ പ്രതിരോധം വന്നു. ഈ ചാന്നാർ ആർമി, കായംകുളം രാജാവ് പിന്നെ വാടകയ്ക്കെടുത്ത ചാന്നാർ ഫാമിലിയുടെ റെജിമെന്റ് ഉണ്ടല്ലോ, കാലാൽപ്പട, മറിച്ച കുതിരപ്പട, ഇതെല്ലാം ഉണ്ട്. ചരിത്രം നമ്മൾ പഠിക്കണം. എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചിരുന്നത്, ഞെട്ടിപ്പോവും. അങ്ങനെ മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കി. അതിനുശേഷം മാർത്താണ്ഡവർമ്മ ചെയ്തത് ഇവരെ വിളിച്ചു വരുത്തി, ചാന്നാർ ഫാമിലിയുടെ തലപ്പത്തിരിക്കുന്ന ആളിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു. ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, തിരുവിതാംകൂർ രാജ്യത്തിന് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിക്കണം. നമ്മൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. നിങ്ങളുടെ പട്ടാളത്തിൻ്റെ സേവനം, നിങ്ങളുടെ സ്വകാര്യ പട്ടാളത്തിൻ്റെ സേവനം ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് നിങ്ങളും നമ്മളും തമ്മിലെ ചാന്നാർ ഫാമിലിയും ഈ പറയുന്ന ആലുമുട്ടിൽ ചാന്നാർ ഫാമിലിയും നമ്മളുമായിട്ടൊരു എഗ്രിമെൻ്റ്, ഉടമ്പടി ഉണ്ടാക്കണമെന്ന് മാർത്താണ്ഡവർമ്മയാണ് അങ്ങോട്ട് പറയുന്നത്. ചരിത്രമാണ്. അങ്ങനെ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരുവിതാംകൂർ രാജകുടുംബമായിട്ടുള്ള കാര്യങ്ങൾ ചാന്നാർ ഫാമിലി ചെയ്യുന്നത്. അവിടെയാണ് സ്വന്തം വഴിവെട്ടി സ്വന്തം കാറോടിച്ചു പോയ ചാന്നാർ ഫാമിലിയെ പറ്റി കൊല്ലത്തുകാരായ സുരേഷ് ഗോപി, തൊട്ടടുത്തല്ലേ കാർത്തികപ്പള്ളി, സുരേഷ് ഗോപി ഓർക്കണമായിരുന്നു. വഴി ഒരു വലിയ രാഷ്ട്രീയമാണ്. അത് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ള ഒരിടയുണ്ടാക്കിയ സുരേഷ് ഗോപിക്ക് നന്ദി. നമ്മൂവാകം
വഴി ഒരു രാഷ്ട്രീയമാണെന്നും എങ്ങനെ വഴി ഉണ്ടായി എന്നും എനിക്കെൻ്റെ വഴി വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യട്ടെ. നമ്മുടെ സമൂഹം വഴി ഒരു വലിയ രാഷ്ട്രീയമാണ്. അതാദ്യം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനല്ലേ, ഒരു രാഷ്ട്രീയക്കാരന് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടായിരിക്കും, മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് മാടമ്പിത്തരമാണ് ഇന്നലെ കാണിച്ചത് നിങ്ങൾ മാധ്യമങ്ങളോട്? നിങ്ങൾ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് സുരേഷ് ഗോപിയോട് ലെഫ്റ്റ് റൈറ്റ് വോയിസിൽ ചോദിക്കാറുള്ളത്.